ജയിലിനകത്തും അവിടെ തടവ് ശിക്ഷ അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടിയെടുത്തിരിക്കുന്നു എന്നതാണ്. അതിൽ ഈ ഗവൺമെൻറ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല. കാരണം ഗവൺമെൻറ് കർശനമായ നടപടിയെടുത്തിട്ടുണ്ട്. കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി. അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത. പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിൽ നിന്നും പുറത്തു കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കൂ, പൂർണ്ണമായിട്ട് കേൾക്കൂ. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്മാർ വാർത്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ നടപടിയെടുത്തത്? ആണോ? സർക്കാർ നടപടിയെടുത്തത് സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സർക്കാർ നടപടിയെടുക്കുന്നത്. അതായത് ഒരു തടവുകാരൻ, അത് എക്സ് ഓർ വൈ ആരോ ആയിക്കൊള്ളട്ടെ, ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോർട്ട് ഉണ്ടാകും. അപ്പോൾ പോലീസ് എസ്കോർട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു. ആ നടപടി എങ്ങനെയുണ്ടായത്? പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല. പോലീസിന്റെ, ഞാൻ പറഞ്ഞേക്ക്, പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ? അല്ല. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെന്റ് ബോധ്യപ്പെട്ടു, സർക്കാരിന് ബോധ്യപ്പെട്ടു. സർക്കാർ നടപടിയെടുത്തു. 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു. ഇനി പരോളില്ല. മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോള് പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്ക ലംഘനം നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത്. ഏറ്റവും ഒടുവിലത്ത് ഈ പരോൾ റദ്ദാക്കിക്കൊണ്ടും അന്ന് എസ്കോർട്ട് പോയിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുമുള്ള സർക്കാരിൻ്റെ നടപടി അത് സർക്കാർ സ്വമോട്ടോ എടുത്തതാണ്, സ്വമേധയ എടുത്തതാണ്. അതിനെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇനി കൊടിസുനിക്ക് ഇനി പരോൾ കിട്ടില്ല എന്നാണ്? ഇനി മുതൽ കൊടിസുനിക്ക് പരോളില്ല? അല്ല, അത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യം സംബന്ധിച്ച് നിങ്ങൾക്ക് ഏത് കാര്യമാണ് നിഷേധിക്കാനാവുക? ഒന്ന് പറയുന്ന കേൾക്കൂ. ഈ തോക്കിൽ കയറി വെടിവെക്കല്ല. അതെ, നിങ്ങൾ പറയുന്നത് കേൾക്കൂ. ഒന്ന്, സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള സ്വമോട്ടോ ആയിട്ടുള്ള നടപടിയാണ്, സ്വമേധയായുള്ള നടപടിയാണ്. ആ സ്വമേധയായുള്ള നടപടി സർക്കാരിന് കിട്ടിയിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പോൾ മാധ്യമ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ സർക്കാരിന് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ആരായാലും തെറ്റ് ചെയ്താൽ നടപടിയെടുക്കും. ഏത്? അല്ല, പറയൂ. ഒരാൾ പറ. അല്ല, അതായത് കേട്ടെ, വേറെ ഒരാൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ തടവിൽ കഴിയുന്ന ആളുകളൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കേസിൽപ്പെട്ടാൽ നിങ്ങൾ റിമാൻഡ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ റിമാൻഡ് ചെയ്യപ്പെടുന്നവർക്ക് നിയമം എന്താണോ അനുവദിക്കുന്നത് അത് സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭ്യമാകും. ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്.